ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലൊരു നോമ്പ് തുറവിണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് മാറ്റിയൊരുങ്ങി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. പേരക്കുട്ടികളെല്ലാവരും കൂടെ ഉമ്മാക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണും. പിന്നെ ഞങ്ങൾ നൈറ്റ് പുറത്ത് പോയതും അങ്ങനത്തെ കുറച്ച്, പിന്നെ ഫസ്റ്റ് ദുആകളും നോമ്പ് തുറക്കണമെന്ന് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. തുറക്കണ ടൈമിലുള്ളതൊന്നും, കാരണം ദുആകളും ഇതൊക്കെയായിരുന്നു. അപ്പോൾ അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്താൻ കരുതിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ബാങ്ക് കൊടുത്തു, നോമ്പൊക്കെ തുറന്നു, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് എടുക്കാൻ ഒരു ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. നിസ്കാര കുപ്പായും ഒരു മാക്സിയും പിന്നെ സലാത്തുമാലും പിന്നെ ദിക്കർ ചെല്ലണ ആ സാധനം, ദിക്കർ മുട്ടി എന്നാണ് ഞങ്ങൾ പറയല്. അപ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പേരക്കുട്ടിയൊക്കെ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അത് ഇങ്ങനെ കൊടുക്കുന്ന സംഭവം നമ്മൾ വേറെ ആർക്കും അറിയില്ല. നമ്മ നോമ്പൊക്കെ തുറന്ന് കൊയങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട് ചുറ്റിനും. അപ്പോൾ ഉമ്മക്ക് സന്തോഷമായിക്കണം കേട്ടോ കിട്ടിയപ്പോൾ. എന്താ അപ്പോൾ ഓരോന്നിനും ആശയ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കണ്ണാണാത്ത മാതിരി. പിന്നെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ, ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതാവും ഉമ്മക്ക് സർപ്രൈസ് ആവുക. ഒന്നും അല്ല കേട്ടോ. ഇമ്മമ്മ ഇത് കണ്ടാൽ എന്താവും എന്നറിയില്ല കേട്ടോ. കണ്ടു നോക്ക് ഗൈസ്. അപ്പോൾ ആ ഗിഫ്റ്റും കൊടുത്ത് ഗൈസ്. കൊടുത്തപ്പോൾ വലിയ എക്സ്പ്രഷനൊന്നും മുഖത്തില്ല. ഇനി ഉള്ളിലുണ്ടോയെന്ന് അറിയില്ല. ഇനി പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് കാണുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സൗണ്ട് മമ്മ കണ്ടപ്പോൾ കരഞ്ഞു കേട്ടോ. പാവം, മമ്മക്ക് നല്ല സങ്കടമായിട്ടോ. എന്താ ഇനി ഇത് മമ്മാൻ്റെ റൂമിൽ തന്നെ ഹാങ് ചെയ്യണം. മമ്മക്ക് എപ്പോഴും കാണാമല്ലോ പപ്പാനൊക്കെ. എല്ലാവരും ഇപ്പം ഉണ്ട്, പക്ഷേ പപ്പാനെ കാണാൻ പറ്റൂലല്ലോ, മനസ്സിൽ മാത്രമുള്ളതല്ലേ. പിന്നെ ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമല്ലേ. ഇതാകുമ്പോൾ ഉമ്മമ്മക്ക് എപ്പോഴും കാണാമല്ലോ. ഉമ്മമ്മ ആകെ ഷോക്കായി ഗൈസ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഉമ്മമ്മ കേട്ടോ. പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ മരിച്ചിട്ട് 9 വർഷമായിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാ കൊല്ലവും തുറവുണ്ടാക്കലുണ്ട്. പിന്നെ ഇപ്പോൾ മരിച്ചത് റമളാൻ 12-നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടും നോമ്പ് തുറവിയും ഉപ്പപ്പാൻ്റെ ആണ്ടും കൂടെ ഉപ്പ മരിച്ചതിന് ശേഷം പിന്നെ ഒരുമിച്ച് കഴിക്കലാണ്. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ മമ്മക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. എന്താ മമ്മ കരഞ്ഞതൊക്കെ കണ്ടപ്പോഴേ. മമ്മക്ക് എപ്പോഴും കാണാമല്ലോ ഇനിയതില്ലേ. നമ്മളെടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഫോണുണ്ട്, ഫോട്ടോസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ എടുത്ത് നോക്കാം. പക്ഷെ മമ്മക്ക് അതിനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളോട് നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ. ഇതാവുമ്പോൾ മമ്മക്ക് എപ്പോഴും കാണാമല്ലോ. എന്താ അങ്ങനെ ഞങ്ങൾ ഈ ഒരു നല്ല ദിവസം അത് കൊടുത്തു. മമ്മാൻ്റെ മുഖത്ത് ഭയങ്കര ഫീലുണ്ട് കേട്ടോ. പാവം. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിലും ഞങ്ങളപ്പപ്പാനെ ഉൾപ്പെടുത്തണേ. 9 വർഷമായി മരിച്ചിട്ട്. പപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉമ്മമാനെ കേട്ടോ. പെണ്ണേന്നാ വിളിച്ച ഉമ്മമാനെ. പാവം മരിച്ചു പോയി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അടിപൊളിയായിരുന്നു. പിന്നെ ഉമ്മമാനെ ഒന്ന് മൂടൊക്കെ മാറ്റി ഞങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഉറങ്ങാൻ നിൽക്കും. കുറേ ടൈമാവും കേട്ടോ. 1 മണിയൊക്കെ ആവും ഞങ്ങൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ആ ടൈമിൽ ആരൊക്കെയാണോ ഉണർന്നിരിക്കണത് ഓരോറ്റാണ് പോവുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ നൈറ്റ് ചായ കുടിക്കാൻ പോകല് കേട്ടോ.
ഉമ്മമ്മയൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ തിരിച്ചു വരുമ്പോഴൊക്കെ ഉമ്മമ്മയൊക്കെയാണ് വാതിലൊക്കെ തുറന്നു തരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. ഫോട്ടോ ഇമ്മമ്മ നമ്മളെ മുത്താണ്. അപ്പോൾ ഞങ്ങൾ ഫ്രെയിം മൂത്തമ്മക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇതുണ്ടോ കായ് ഇറക്കില്ല കളിയാ. നിങ്ങളെവിടെ ഇത് കാണിച്ചാലാണ് മക്കളാണ് പിന്നിത്തിളങ്ങണത് കണ്ടോ? നിങ്ങളെ കണ്ടോ? ഏതാ കാണിച്ചേരി? എവിടെയാണ്? എങ്ങനെയുണ്ട്? ഏത് ഇത് മായി മമ്മി യാരിത്? ഇതാണ് ഞാനല്ല കൂട്ടത്തില് ചൊർക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെയൊക്കെ ചൊർക്കിലെ ഫോട്ടോ എടുത്തതാ. നിങ്ങൾ കണ്ടോ മൂത്തമ്മ? ഇന്നങ്ങോട്ട് വരി. ഞങ്ങളെ വരാം. എങ്ങനെയുണ്ട് ഈ സർപ്രൈസ്? ചെയ്യിപ്പിച്ചു, എല്ലാരും കൂടി ചെയ്യിപ്പിച്ചു. പേരക്കുട്ടികൾ മാത്രം, എല്ലാരും പൈസ ഇട്ട് കണ്ട്. മക്കളൊന്നും അറിയില്ല കേട്ടോ. പെട്ടിയിലാക്കി നിസ്കാര കുപ്പായോ സലാത്തുമാരി ഒരു മാക്സി ചിന്തിക്കുമുട്ടി നീ ചെല്ലിയാ മതി. കിട്ടിയതോ? കൊടുത്തു. അതുണ്ട് ഇതിന്റെ ഒപ്പം. മൊത്തമായി നിങ്ങളെ കണ്ടങ്ങൾ ഇതില്? അതല്ല ആർക്ക് കൊടുക്കണേ? മമ്മാക്ക് കൊടുത്താണ് ഇതൊക്കെ. ഇതൊക്കെ മമ്മ കൊടുത്ത ഗിഫ്റ്റാണ് മമ്മാക്കുള്ള സർപ്രൈസ്. നമുക്കൊക്കെ എല്ലാവർക്കും ഓരോ ഫോട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇതിനെത്ര? ഇതിനോ 800. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. സമയം 12 മണിയായിട്ടോ. 12 മണി. ഞാൻ ആശയാണ് ഇപ്പോൾ എത്താടി. അപ്പം ഞാൻ കാറിലാണ് കേട്ടോ. ഫ്രണ്ടിൽ സുമയുണ്ട്, സാനുണ്ട്, പിന്നെ നമ്മളെ കൂടല്ലോ ഒരു ചെറുത്താത്തുണ്ട്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. 34 അങ്ങനെ ഞങ്ങൾ പോവാണ്. ഞാൻ പോരണ എൻ്റെ കൂടെ. ഒപ്പം പോര് കുട്ടച്ചല്ലേ? കുട്ടച്ചന് കണ്ടില്ല. അപ്പം ഞങ്ങൾ കൂടലൂരത്ത് ചെറുത്താത്തുണ്ടല്ലോ, 36 കൂടലൂരാക്കി കൊടുത്താൽ അവിടെ പോയി ചായ അടിച്ചാലോ എന്നാണ് കേട്ടോ പറയുന്നത്. ഞങ്ങളോട് പോണ വഴിയിൽ നിന്ന് നിർത്തി കണ്ട് പറയാണ്. പിന്നെ ആ കാറും ഞാനിരിക്കുന്ന ഈ കാറും പിന്നെ 3 സ്കൂട്ടിയാണ് കേട്ടോ ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ പോയിരുന്നത് ആ കടയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ പോയിരുന്നത്. ഇതിൽ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണുന്നവർക്കറിയാം. അവിടേക്കാണ് ഞങ്ങൾ ചായ കുടിക്കാൻ പോയിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വേറെ നോക്കാം വിചാരിച്ചിട്ടാണ്. കുറച്ച് ലോങ് പിടിച്ച് ഞങ്ങൾ കേട്ടോ. പെട്ട് ഗൈസ്. ഇപ്പോൾ രണ്ടാൾ ഹെൽമെറ്റ് ഒന്നും എടുക്കാതെ തൊള്ളിയും കാട്ടി പോന്നിക്കണേ. പഠിച്ച രീതി പറഞ്ഞാണ് ഹെൽമെറ്റ് എടുത്തോണ്ട് അവിടെ ഉണ്ട് എന്നൊക്കെ എടുക്കാതെ പോന്നിക്കണ്. അപ്പം ക്യാമറ ഉണ്ട്. അപ്പം അങ്ങനെ പെട്ടിരിക്കുകയാണ്. എന്നാ വേ പേര് കുട്ടോളി മൂത്രയിച്ച് കടന്നോണ്ടി. അങ്ങനെ പോരും കണ്ടില്ലേ? ഒരു പോവാ മുന്നു പോവാ സോനിറങ്ങിയാട്ട് രണ്ടും കൊണ്ടുവരാ. അപ്പോൾ നമ്മൾ സ്പോട്ട് എത്തിയിട്ടോ. വൈക്കടവ് എത്തിയിട്ട് വൈക്കടവക്കാണ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അങ്ങനെ ഒരു ചായ കുടിച്ചു. അങ്ങനെ ഹെൽമെറ്റ് ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ നമ്മളെ സ്പോട്ടൊക്കെ എത്തിക്കണം കേട്ടോ. ക്യാമറൻ്റെ അവിടുന്ന് ബാക്കിലുള്ള ആൾ ഇറങ്ങി നടന്ന് ഫ്രണ്ടത്തെ ആൾക്കൊരു ഹെൽമെറ്റും കിട്ടി. അങ്ങനെയൊക്കെ ഏതായാലും നമ്മളിവിടെ എത്തി. എന്താ അങ്ങനെ ചായയൊക്കെ കുടിച്ചു. ഫുൾ എനർജി കിട്ടി. ഉറക്കൊക്കെ പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്ന് ചായയൊക്കെ കുടിച്ചു. പൊന്നിന്റെ കൊലുസമിട്ടൊരു മൺചട്ടി പതിനേഴഴകാണ്.
പാട്ടാ പാടിയില്ലേ ആരാരും കാണാത്ത അബദ്ധക്കാലത്ത് നടന്നു വണ്ടി എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണ് വണ്ടി നമുക്കൊന്നും അറിയില്ല പാട്ട് ആ പാട്ട് വണ്ടി വണ്ടി കാളം ആ പാട്ടിന്റെ ബാക്കിയാണത്. പുതിയ സാധനം അല്ലാതെ പോൽക്കിന് ഉണ്ടാക്കി ആ പാട്ട് കിട്ടിട്ടുള്ളൂ. വേറെ വേറെ പാട്ട് കൽക്കണ്ടക്കനിയെ നിന്നെ കണ്ടപ്പം തൊട്ടെന്റെ ഉള്ളിൽ കാറ്റാണോ കൊടുങ്കാറ്റാണോ വന്ന് വീശുന്നത് മംഗല്യം കഴിക്കാൻ നിന്നെ മണവാട്ടിയാക്കാമെന്ന് കൽവിയിലെ ഊറിയാകാൻ പോരുന്നോ നീ ദുനിയാവിലൊക്കെ മോള പാപ്പാന്റെ സ്വർണ്ണ കനിയത് ആൾക്കാർക്കൊക്കെ വീര്യ പഠിക്കണ്ടല്ലോ അടുക്കത്ത് നടക്കണ മോളെ നിന്റെ ഒടുക്കത്തെ കഥയിലാക്കാം അത് കൈനോളപ്പ ജീവിച്ച് തീർത്ത് ഭൂമിയിലെ സ്വർഗന പുരയിലാക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ 3 മണിയാക്കുന്നുണ്ടോ. പിന്നെ ഉറങ്ങിയൊന്നുമില്ല. പിന്നെ അങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പോവാട്ടോ. നിങ്ങൾ വരിട്ട് പെരുന്നാക്ക് വരട്ടോ കൂട്ടമ്മ കുഞ്ഞാമ്മ പോവാനുള്ള വണ്ടി വന്നു ഗൈസ്. ഒരു കൊടുക്ക്